മായ റജബ് മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് ഷഹറുല്ലാഹി, അള്ളാഹുവിൻ്റെ മാസം എന്ന് പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ വളരെ പവിത്രതയേറിയ പുണ്യമാക്കപ്പെട്ട മാസം. അല്ലാഹു തആല ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ രാവ്, ആദ്യത്തെ രാത്രി ആരാണോ ഹയാത്താക്കുന്നത്, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്നത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ വളരെയേറെയാണ്. വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം വരെ നിർബന്ധമാണ്. പൂർവകാലത്തിലുള്ള മഹാന്മാര്, മഹത്തുക്കളൊക്കെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആ ഒരു വരവ് കാത്തിരിക്കുന്നത് പോലെ ആ പരിശുദ്ധമായ റജബ് മാസത്തിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റജബിൻ്റെ ഒന്നാമത്തെ രാവിനെ ഹയാത്താക്കുമായിരുന്നു, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, റജബുൻ ഷഹറുല്ലാഹി, അല്ലാഹുവിൻ്റെ മാസമാണ് റജബ് മാസം. വശഅബാനു, ശഅബാൻ മാസം ഷഹരി, എൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വറമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ ഉമ്മത്തുകളുടെ മാസമാണ്. റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, വിശുദ്ധമായ റമളാൻ മാസമോ എൻ്റെ ഉമ്മത്തുകളുടെ മാസമാണ്. അഷ്റഫുൽ മുശറഫായ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ തങ്ങളോട് ചോദിക്കപ്പെട്ടു, സഹാബത്തിൽ ആരോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ മുത്തുനബിയെ, മാ മഅനാ ഖൗലുക റജബുൻ ഷഹ്റുല്ലാഹ്, തങ്ങളെ റജബ് അല്ലാഹുവിൻ്റെ മാസമാണെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ, അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ലാഹുവിൻ്റെ മാസമാണ് റജബ് എന്ന് തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയെ, ഒന്ന് വിശദീകരിച്ചു തരുമോ? ഖാല, പൊന്നാര മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലിഅന്നഹു മഖ്സൂസും ബിൽ മഗ്ഫിറ, അതേ മഗ്ഫിറത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഷഹ്റുൽ മഗ്ഫിറ, അത് മഗ്ഫിറത്തിന്റെ മാസമാണ്. അതേപോലെ ഷഹ്റു തൗബ, തൗബയുടെ മാസമാണ്. ഒരു അടിമ അവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സർവ തിന്മകളും പടച്ചവനോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടുന്ന മാസമാണ്. ആ അടിമ റബ്ബിനോട് മാപ്പ് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയുടെ തൗബ, ആ അടിമയുടെ മാപ്പ് അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്, മഗ്ഫൂരീങ്ങളിൽ പെടുത്തുന്നതാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരിൽ ചേർക്കപ്പെടുന്നതാണ്. അതാണ് അതേ റജബ് മാസത്തിന് ഷഹ്റുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം, ആ റജബ് മാസത്തില് യുദ്ധം അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. വഫീഹി, ഈ റജബ് മാസത്തില് താബല്ലാഹു അലാ അംബിയാഇഹി, അംബിയാക്കന്മാരുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ച മാസമാണ്. വഫീഹി അൻഖദ ഔലിയാഅഹു മിൻ യദി അഅദാഇഹി, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, മഹോന്നതരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ മാസമാണ്.
എന്നിട്ട് പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സ്വാമഹു, ആരാണോ പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നത്, ഉസ്തൂജിബ അലല്ലാഹി തആല സലാസത അശ്യാ, പരിശുദ്ധമായ റജബ് മാസത്തില് ആരാണോ നോമ്പ് പിടിക്കുന്നത്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നത്, ഉസ്തൂജിബ അലല്ലാഹി തആല, അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി സലാസത അശ്യാ, 3 കാര്യങ്ങൾ. ആ നോമ്പ് പിടിക്കുന്ന ആളിന് ഈ 3 കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. എന്താണ്? ഒന്ന്, മഗ്ഫിറത്തുൻ ലിജമീഇ മാ സലഫ മിൻ ദുനൂബിഹി. ഒന്നാമതെന്താണ്? ആ അടിമയുടെ ജീവിതത്തിൽ വന്നുപോയ സർവ പാപങ്ങളും അതേ പൊറുക്കപ്പെടൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. അഥവാ പരിശുദ്ധമായ റജബ് മാസത്തില് ആരാണോ സുന്നത്ത് നോമ്പുകൾ പിടിച്ച് ഈ മാസത്തിനെ ധന്യമാക്കുന്നത്, അവന്റെ കഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും പൊറുക്കുന്നതാണ്. മാത്രമല്ല, വഇസ്മതും ഫീമാ ബഖിയ മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിൽ ബാക്കിയുള്ള കാലങ്ങളുണ്ടല്ലോ, അതേ പാപങ്ങളെ തൊട്ട് അവന് അല്ലാഹു പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുകയാണ്. വ അമാനം മിനൽ അത്ശി യൗമൽ അർളിൽ അക്ബർ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ മഹ്ശറയിൽ നിൽക്കുമ്പോൾ അവിടെ ദാഹമുണ്ടാകാതിരിക്കണം അവന്റെ മേൽ, അത് അല്ലാഹുവിന് നിർബന്ധമായി. 3 കാര്യങ്ങൾ അല്ലാഹു തആലയ്ക്ക് നിർബന്ധമായി. ഒന്ന്, അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. രണ്ടാമതെന്താണ്? അവന്റെ ഇനിയുള്ള ജീവിതത്തിൽ പാപങ്ങൾ വരാതെ അവനെ സംരക്ഷിക്കുക, ഇസ്മത്ത് നൽകുക, അത് അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. മൂന്നാമത്, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നാളെ മഹ്ശറയില് കഠിനമായ ദാഹത്തിൽ മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് അവന് ദാഹമില്ലാതെ അവന് സ്വർഗത്തിന്റെ കുടിനീര് കൊടുക്കൽ അല്ലാഹുവിന്റെ മേൽ നിർബന്ധമായി. പൊന്നാര ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ഫഖാമ ശൈഖുൻ ലഈഫുൻ, ആ കൂട്ടത്തില് വളരെ ബലഹീനനായ രോഗിയായ ഒരു വയസ്സൻ എഴുന്നേറ്റ് പൊന്നാര മുത്തുനബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഇന്നി ലഅഅജസു അൻ സിയാമിഹി കുല്ലിഹി, നബിയെ, റജബ് മാസം മുഴുവനും തങ്ങൾ ഈ പറഞ്ഞത് കേട്ടപ്പോ നോമ്പെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ, അശക്തനാണ്, ഞാൻ രോഗിയാണ്, പ്രായമേറെയായി, അതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ നബിയെ, എന്താണ് ഞാൻ ചെയ്യുക? പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങൾ ആ പ്രായമേറിയ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ സും അവ്വല യൗമിൻ മിൻഹു, റജബ് മാസത്തിലെ മുഴുവൻ സമയവും നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു നോമ്പെടുക്കണം. എന്നിട്ട് പൊന്നാര മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഫഇന്നൽ ഹസനത ബിഅശ്രി അംസാലിഹാ, ഒരു നോമ്പിന് 10 ഇരട്ടി പ്രതിഫലമാണ്. റജബ് മാസത്തിലെ ഒരു നോമ്പിന് 10 ഇരട്ടി പ്രതിഫലമാണ്. നിങ്ങൾക്ക് റജബ് മുഴുവനും നോമ്പെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ റജബ് മാസത്തിലെ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ നോമ്പെടുക്ക്, കാരണം അതിന് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നിട്ട് റജബിന്റെ ആ മധ്യത്തിൽ നിന്ന് ഒരു നോമ്പെടുക്ക്, അതേപോലെ റജബിന്റെ അവസാനത്തെ ദിവസവും നിങ്ങൾ, റജബിന്റെ അവസാനത്തെ 10-ലെ ഒരു ദിവസവും നിങ്ങൾ നോമ്പെടുക്ക്. അപ്പൊ റജബിന്റെ തുടക്കത്തിൽ ഒരു നോമ്പ്, റജബിന്റെ മധ്യഭാഗത്തൊരു നോമ്പ്,
റജബിന്റെ അവസാനം ഒരു നോമ്പ്. ഇങ്ങനെ നിങ്ങൾ 3 നോമ്പെടുക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നക തുഅത സവാബ മൻ സാമഹു കുല്ലഹു. അങ്ങനെ നിങ്ങൾ നോമ്പെടുത്താൽ റജബ് മാസം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തരും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വലാകിൻ പക്ഷേ ലാ തഗ്ഫുലൂ അൻ അവ്വലി ലൈലത്തി ജുമുഅത്തിൻ ഫീ റജബ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ ജുമുഅ രാവ്, വെള്ളിയാഴ്ച രാവ്, ആ രാവിനെ തൊട്ട് നിങ്ങളാരും അശ്രദ്ധരായി പോകരുത്, മടിയന്മാരായി പോകരുത്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അൽഹംദുലില്ലാഹ്, ഈ വെള്ളിയാഴ്ച രാവ് അഥവാ നാളത്തെ ദിവസം, നാളത്തെ സായാഹ്നം ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധമായ റജബ് 1 നാളെ തുടങ്ങുകയാണ്. ഇന്നത്തെ അസ്തമയത്തോടുകൂടി 1ാമത്തെ രാവായി. നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ തഗ്ഫുലു അൻ അവ്വലി ലൈലത്തി ജുമുഅത്തിൻ ഫീ റജബ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനെ തൊട്ട് നീ അശ്രദ്ധനായി പോകരുത്, മടിയനായി അലസനായി പോകരുത്. കാരണം ഫഇന്നഹാ ലൈലത്തുൻ തുസ്ഖീഹൽ മലായികതു അർറഗായിബു. ഫഇന്നഹാ ലൈലത്തുൻ, അതെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് തുസമ്മീഹാ അൽ മലായികതു അർറഗായിബു. മലക്കുകൾ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനൊരു പേരിട്ടിട്ടുണ്ട്. എന്താണ്? അർറഗായിബു എന്നൊരു പേരിട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ അങ്ങനെ കാരണം? വദാലിക അന്നഹു ഇദാ മലാ. അതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വദാലിക അന്നഹു ഇദാ മലാ സുലുസുൽ ലൈലി. രാത്രിയുടെ 3-ൽ, അതെ രാത്രിയുടെ 1/3 ഭാഗം അങ്ങ് കഴിയുമ്പോ നാളത്തെ അഥവാ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ആ രാത്രിയിലെ 1/3 ഭാഗം അങ്ങ് കഴിയുമ്പോ ലാ യബ്ഖാ മലക്കുൻ ഫീ ജമീഇസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ള സർവ്വ മലക്കുകളും, ആകാശഭൂമികളിൽ എത്ര മലക്കുകളുണ്ട്? കോടിക്കണക്കിന് മലക്കുകളില്ലേ? ആകാശഭൂമികളിലെ സർവ്വ മലക്കുകളും പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇല്ലാ വയജ്തമിഊന ഫിൽ കഅബതി വഹവാലൈഹാ. പരിശുദ്ധമായ കഅബയ്ക്കും ആ കഅബയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ തടിച്ചുകൂടും. വയത്തലിഉല്ലാഹു അസ്സ വജല്ല അലൈഹിം. അല്ലാഹു തആല ഈ മലക്കുകളുടെ മേൽ പ്രത്യക്ഷപ്പെടും. ഫയഖൂലു, അല്ലാഹു തആല ചോദിക്കും, മലായികത്തി, എന്റെ പ്രിയപ്പെട്ട മലക്കുകളെ, സലൂനി മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചോദിക്കി. ഫയഖൂലൂന, മലക്കുകൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്, യാ റബ്ബനാ ഹാജതുനാ ഇലൈക, ഞങ്ങൾക്കുള്ള ആവശ്യം അത് നിന്നിലേക്ക് ഞങ്ങൾ അറിയിക്കുകയാണ്. എന്താണ്? അന്തഗ്ഫിറ ലിസുവാമി റജബ്. പരിശുദ്ധമായ റജബ് മാസത്തില് ആരാണോ നോമ്പെടുക്കുന്നത് ആ നോമ്പെടുക്കുന്നവർക്ക് മുഴുവനും റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരാണ് റബ്ബിനോട് ആവശ്യപ്പെടുന്നത്? ആരാണ് റബ്ബിനോട് ആവശ്യപ്പെടുന്നത്? ലോകത്തുള്ള ആകാശഭൂമികളിലുള്ള സർവ്വ മലക്കുകളും പരിശുദ്ധമായ കഅബയുടെ ചുറ്റുമായി തടിച്ചുകൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമത്രേ. അപ്പോഴോ ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ഖദ് ഫഅൽതു ദാലിക. ഓ മലക്കുകളെ, ഞാൻ അങ്ങനെ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ അങ്ങനെ സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ടോ സുമ്മ ഖാല റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാണ്, വമാ മിൻ അഹദിൻ യസൂമു യൗമൽ ഖമീസി അവ്വലി ഖമീസിൻ ഫി റജബ്. ആരെങ്കിലും നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ, നോമ്പെടുത്താൽ മാത്രം പോരാ, ثم يصلي فيما بين العشاء والعتمة يعني ليلة الجمعة 12 ركعة. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നോമ്പെടുക്കുകയും എന്നിട്ട് ആ നോമ്പെടുത്ത ദിവസം ഇശാ മഗ്രിബിന്റെ ഇടയിലായി 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ്? പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച പകൽ നോമ്പെടുക്കുകയും എന്നിട്ട് ആ വെള്ളിയാഴ്ച രാവിന്റെ ഇശാ മഗ്രിബുകൾക്കിടയിലുള്ള സമയത്ത് ഒരു 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ, എങ്ങനെയാണ് ആ 12 റക്അത്ത് നിസ്കരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി മറ. ഓരോ റക്അത്തിലും ഒരു ഫാത്തിഹ, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഒന്ന് ഓതുക. അതേപോലെ വ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ 3 മററാത്ത്. ഫാത്തിഹ കഴിഞ്ഞിട്ട് 3 തവണ സൂറത്ത് ഇന്നാ അൻസൽന, സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന ആ ഇന്നാ അൻസൽന സൂറത്ത് 3 തവണ ഓതണം. അതിനുശേഷം വഖുൽ ഹുവല്ലാഹു അഹദ് 12 മറ, 12 തവണ ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. അപ്പോ ഒരു റക്അത്തില് ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ കഴിയുമ്പോ 3 തവണ ഇന്നാ അൻസൽന സൂറത്ത്, ഇന്നാ അൻസൽന സൂറത്ത് കഴിയുമ്പോ 12 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ ഓരോ റക്അത്തിലും ഈ രൂപത്തിൽ ഓതി അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ എല്ലാ ഈ 2 റക്അത്തിലും സലാം വീട്ടുകയും ചെയ്യണം. അങ്ങനെ ഫഇദാ ഫറഗ മിൻ സ്വലാത്തിഹി, അങ്ങനെ 2 റക്അത്ത് വെച്ച് 12 റക്അത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കണം. ആ 12 റക്അത്ത് നിസ്കാരം കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇദാ ഫറഗ മിൻ സ്വലാത്തിഹി സ്വല്ല അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, എൻ്റെ മേൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലണം. എത്ര തവണ? 70 മറ, 70 തവണ ചൊല്ലണം. യഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്താണ് ഏറ്റവും നല്ലത്. ഇതറിയാവുന്നവർ ഈ സ്വലാത്ത് ചൊല്ലണം 70 തവണ. ഇതറിയില്ലെങ്കിൽ അറിയാവുന്ന സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം, اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. 70 തവണ ഈ സ്വലാത്ത് ചൊല്ലണം. ഈ സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞ ഉടനെ സുമ്മ യസ്ജുദു, ഒരു സുജൂദ് ചെയ്യണം. എങ്ങനത്തെ സുജൂദ്? ഫയഖൂലു ഫീ സുജൂദിഹി, ആ സുജൂദിൽ കിടന്നുകൊണ്ട് പറയണം, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. മലക്കുകളുടെ ദിക്റാണ്. ഈ ദിക്ർ സുജൂദിൽ കിടന്നുകൊണ്ട് ചൊല്ലണം. എത്ര തവണ? 70 മറ, 70 തവണ ചൊല്ലണം.
ആ സുജൂദിൽ 70 തവണ ചൊല്ലണം. സുമ്മ യർഫഉ റഅസഹു, പിന്നെ സുജൂദിൽ നിന്ന് തല ഉയർത്തി, ഫയഖൂലു, തല ഉയർത്തിയിട്ട് സലാം വീട്ടൊന്നും വേണ്ട, കാരണം സുജൂദ് മാത്രമേ ചെയ്തുള്ളൂ. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് തല ഉയർത്തി ഇരുന്നിട്ട് വീണ്ടും റബ്ബി ഇഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു ഇന്നക അന്തൽ അസീസുൽ അഅ്ലം 70 തവണ ചൊല്ലണം. എന്താണ് ഇത്? ചൊല്ലിയാൽ കിട്ടുന്ന, ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന നേട്ടം വല്ലാത്തൊരു നേട്ടമാണ്, പറയാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചെയ്യണം. മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്താണ് ചൊല്ലേണ്ടത്? സുജൂദിൽ നിന്ന് തല ഉയർത്തിയതിന് ശേഷം റബ്ബി ഇഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അന്തൽ അസീസുൽ അഅ്ലം. ഒന്നുകൂടെ, റബ്ബി ഇഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അന്തൽ അസീസുൽ അഅ്ലം. ഇങ്ങനെ 70 തവണ ചൊല്ലണം. സുമ്മ യസ്ജുദു സാനിയ, എന്നിട്ട് പിന്നെ രണ്ടാമതൊരു സുജൂദ് കൂടി ചെയ്യണം. ആ സുജൂദിലും ഫയഖൂലു മിസ്ല മാ ഖാല ഫി സജ്ദത്തിൽ ഊലാ, ആദ്യത്തെ സുജൂദിൽ ചൊല്ലിയ ആ ദിക്ർ 70 തവണ ചൊല്ലണം. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇത് 70 തവണ രണ്ടാമത്തെ സുജൂദിലും ചൊല്ലണം. എന്നിട്ട് സുമ്മ യസ്അലുല്ലാഹ തആല ഹാജതഹു, ആ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ ഫഇന്നഹാ തുഖ്ലാ, ആ ആവശ്യം അല്ലാഹു തആല ഉറപ്പായും നിറവേറി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്ക് മുമ്പിൽ കിട്ടിയ വലിയ ഒരു അവസരമാണ്. നമുക്ക് മുമ്പിൽ കിട്ടിയ വലിയ ഒരു അവസരമാണ്, ഒരു ചാൻസ് ആണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കത് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ് കുറഞ്ഞ നമ്മൾ, അല്ലേ, അമല് കുറഞ്ഞ നമ്മൾ, സമയമില്ലാത്ത നമ്മൾ, ഇൽമില്ല, അറിവില്ലാത്ത നമ്മൾ, നമുക്ക് കിട്ടിയ ഒരു അവസരം. ഈ അവസരം നന്നായി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ മിൻ അബ്ദിൻ വലാ അമത്തിൻ സ്വല്ലാ ഹാദിഹി സ്വലാ, ഈ ഒരു നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഏതൊരു അടിമ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഏതൊരു അടിമ ഈ ഒരു നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു ജമീഅ ദുനൂബിഹി, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. വലോ കാനത്ത് മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായി, സമുദ്രത്തിന്റെ പതകൾക്ക് തിരമാല അടിച്ചിങ്ങനെ വീശുമ്പോ, ആ തിരമാല അടിച്ചു വീശുന്ന സമയത്ത് അതിൽ നിന്നും പൊന്തി പൊന്തി വരുന്ന നുരകൾ, പതകൾ, ആ പതകൾക്ക് സമാനമായ പാപങ്ങള് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. മാത്രമല്ല വഅദദ വറഖിൽ അസ്ജാർ, ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങൾ, മുഴുവൻ മരങ്ങൾ, ആ മരത്തിന്റെ ഇലകൾക്ക് എണ്ണമായി, ആ മരത്തിന്റെ ഇലകൾക്ക് സമാനമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ അത് മുഴുവനും അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നു. മാത്രമല്ല വശുഫിഅ യൗമൽ ഖിയാമ,
ഖിയാമത്തി ഫീ 700 മിൻ അഹ്ലി ബൈതിഹി, അവന്റെ കുടുംബത്തിൽപ്പെട്ട 700ഓളം വരുന്ന ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഇവൻ കാരണത്താൽ ശഫാഅത്ത് അതേ കൊടുക്കുന്നതാണ്, റെക്കമെൻഡ് കൊടുക്കപ്പെട്ട് അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇവൻ ഒരാള് ഈ നിസ്കാരം നിർവഹിച്ചതിന്റെ പേരിൽ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒന്നാമത്തെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഈ ഒരു നിസ്കാരം നിർവഹിച്ചവന് അല്ലാഹു കൊടുക്കുന്ന മഹത്വം എന്താണ്? അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന്റെ കുടുംബക്കാരിൽപ്പെട്ട 700ഓളം വരുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ശഫാഅത്ത് നൽകപ്പെടുന്നതാണ്. ഇവൻ കാരണം, ഇവന്റെ ഈ നിസ്കാരം കാരണം അവന്റെ കുടുംബത്തിൽപ്പെട്ട 700ഓളം ആളുകളെ ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. ഫഇദാ കാന ഫീ അവ്വലി ലൈലത്തിൻ ഫീ ഖബ്രിഹി, മറ്റൊരു പ്രത്യേകത, അവനങ്ങ് മരിച്ച് എന്തായാലും മരിക്കുമല്ലോ. ഈ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്രിബിന്റെ ഇടയില് ഈ ഒരു നിസ്കാരം നിർവഹിച്ച ഇവൻ കാലങ്ങൾ കഴിഞ്ഞ് അവനങ്ങ് മരിച്ചു. അവൻ മരിച്ച് അവന്റെ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ഫീ അവ്വലി ലൈലത്തിൻ ഫീ ഖബ്രിഹി, അവന്റെ ഖബറിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ജാഅ സവാബു ഹാദിഹി സ്വലാ, അതെ ഈ നിസ്കാരത്തിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് ലഭിക്കുന്നു. ഫയുജീബുഹു ബിവജ്ഹിൻ തുൽഖിൻ വലിസാനിൻ ദൽഖിൻ, അവൻ മലായികത്ത് റഖീബ് അതീദ് മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് ഒട്ടും മടിക്കാതെ, ഒട്ടും ഭയമില്ലാതെ, ഒരു ബേജാറുമില്ലാതെ നല്ല മുഖപ്രസന്നതയോടുകൂടി ആ മലക്കുകളോട് അവൻ മറുപടി പറയാൻ അവന് കഴിയുന്നതാണ്. യഖൂലു ലഹു, അവനോട് പറയുന്നതാണ് മലക്കുകൾ, ഹബീബി, ഓ ഖബറിൽ കിടക്കുന്ന മനുഷ്യ, അബ്ശിർ, നീ സന്തോഷിച്ചോ മോനെ, നിനക്ക് സന്തോഷമാണ്. ഫഖദ് നജൗത മിൻ കുല്ലി ശിദ്ദ, എല്ലാ കാഠിന്യമായ അവസ്ഥകളെ തൊട്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഫയഖൂലു മൻ അന്ത, അപ്പൊ ആ ഖബറിൽ കിടക്കുന്നവൻ തിരിച്ചു ചോദിക്കും, നീ ആരാണ്? നീ ആരാണ്? നീ ആരാണ്? ഫവല്ലാഹി മാ റഅയ്തു വജ്ഹൻ അഹ്സന മിൻ വജ്ഹിക, ഇത്ര സൗന്ദര്യമുള്ള ഒരു മുഖം പടച്ചവനാണ് ഞാൻ ഇന്നേക്ക് വരെ കണ്ടിട്ടില്ല. ആരാണ് നിങ്ങൾ ചോദിക്കുമ്പോ വലാ സമിഅതു കലാമൻ അഹ്ലാ മിൻ കലാമിക, നിങ്ങളുടെ ഇത്തര മാധുര്യമുള്ള വർത്തമാനം പോലെ മറ്റൊരാളുടെ വർത്തമാനവും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടൊന്ന് പറയുമോ, നിങ്ങൾ ആരാണെന്ന് പറയുമോ? വലാ ശമംതു റായിഹതൻ അത്യബു മിൻ റായിഹതിക, നിങ്ങൾക്കെന്തൊരു സുഗന്ധമാ, ഇതുപോലത്തൊരു സുഗന്ധം എൻ്റെ ജീവിതത്തില് ഞാൻ ഇന്നേക്ക് വരെ ആസ്വദിച്ചിട്ടില്ല. പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ അതേ മറുപടി പറയുന്നു, ആരാണ്? പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നീയൊരു നിസ്കാരം നിർവഹിച്ചില്ലയോ, ആ നിസ്കാരമാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. എവിടെയാണ്? ഖബറിൽ കിടക്കുന്ന സമയത്ത്, ഖബറിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഈ അമൽ, നമ്മൾ നിർവഹിച്ച ഈ നിസ്കാരം നമ്മുടെ ഖബറിലേക്ക് വന്നിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ജിഅ്തുൽ ലൈലത, ഈ ഖബറിന്റെ ആദ്യത്തെ രാത്രി തന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നത് എന്തിനാണെന്നറിയുമോ? ലി അഖ്ലാ ഹഖക, നിന്നോടുള്ള ഹക്ക് നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. നിന്നോടുള്ള ഹക്ക് നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. എന്താണ്? വഊനിസു വഹദതക,
നീ ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ, ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുകയല്ലേ, നിനക്ക് കൂട്ടിനായി വന്നതാണ്, ഒരു നേരം പോക്കിനായി വന്നതാണ്. ഖബറിന്റെ എല്ലാ ഒറ്റപ്പെടലുകളും ഞാൻ ഉയർത്തിക്കളയുന്നു, നിനക്കിനി കൂട്ടിന് ഞാനുണ്ട്. സൂറെന്ന കാഹളത്തില് അതേ ഊതപ്പെടുന്നതായ നേരത്ത് അദുലൽതു ഫീ അറസത്തിൽ ഖിയാമ അലാ റഅസിക, നിന്റെ തലയ്ക്ക് മീതെ ഒരു തണലായി ഞാനുണ്ടാകും കേട്ടോ. ഫഅബ്ശിർ, അതുകൊണ്ട് നീ സന്തോഷിച്ചോ. ഫലൻ തഅദമുൽ ഖൈറ മിൻ മൗലാക അബദാ, നിന്റെ റബ്ബിന്റെ അടുക്കല് അതേ നിനക്കൊരു ഖൈറും വിലങ്ങുകയില്ല, ഒരു നന്മയും തടയപ്പെടുകയില്ല. നീ ഇനി ഒറ്റപ്പെട്ടെന്നുള്ളൊരു ചിന്ത വേണ്ട. നിനക്ക് കൂട്ടിനായി, നല്ല കൂട്ടുകാരനായി, നേരം പോക്കായി, വർത്തമാനം പറഞ്ഞിരിക്കാനായി, നിനക്കൊരു പ്രകാശമായി ഞാൻ നിന്റെ ഖബറില് നാളെ പരലോകത്തേക്ക് ഖബറിൽ നിന്ന് ആനയിക്കുന്നത് വരെ, സ്വർഗത്തിലേക്ക് കടക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെയുണ്ട്. സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാരമുത്ത് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആരോഗ്യമുള്ളവരൊക്കെ നാളെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 1-ാമത്തെ പകലാണ്. ഇന്ന് 1-ാം രാവാണ്, നാളെ 1-ാമത്തെ പകലാണ്. നാളത്തെ ദിവസം ഇൻഷാ അല്ലാഹ് പകൽ നമുക്കൊക്കെയും നോമ്പുണ്ടാകണം. എന്നിട്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നാളത്തെ പവിത്രതയേറിയ വെള്ളിയാഴ്ച രാവിൽ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട നിസ്കാരം നിർവഹിച്ച് സർവാധിപതിയായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗൗസുൽ വറാഹിലെ ഉമ്മമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ സർവരെയും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ധാരാളം ദിക്റുകൾ ചൊല്ലി അല്ലാ സൂറത്തുൽ ഇഖ്ലാസ് ഓതി റബ്ബേ സ്വലാത്തുകൾ ചൊല്ലി ഖത്മുൽ ഖുർആൻ ഓതിക്കൊണ്ട് റബ്ബേ ഞങ്ങൾ കൈകൾ ഉയർത്തുകയാണ്. നീയൊന്ന് സ്വീകരിക്കണേ അല്ലാ. റബ്ബേ നീ ഞങ്ങളിൽ നിന്നൊന്ന് ഖബൂലാക്കണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ വ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു